സർ, അടുത്ത വർഷത്തെ ബജറ്റ് സമ്മേളനത്തിന് കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലെ MLA-മാർക്ക് വീതിയേറിയ 6 വരി ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയും. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് 2016 മുമ്പ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ്. 2025 അവസാനത്തോടു കൂടി ദേശീയപാത ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർ, ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയിൽ നിന്ന് 6000 കോടി രൂപയോളം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാർ നൽകിയുണ്ടായി. ഇതുകൂടാതെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. സർ, കിഫ്ബി 2024 ഡിസംബർ 31 വരെ 87,436.87 കോടി രൂപയുടെ 1147 പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി. ഇതിൽ 20,000 കോടി രൂപ വൻകിട വികസന പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലിന് മാറ്റിവെച്ചതാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016-17 മുതൽ 2021 വരെ കിഫ്ബി പദ്ധതികൾക്കായി 5 വർഷം കൊണ്ട് 10,500 കോടി രൂപ ചിലവഴിച്ചു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 3 വർഷം കൊണ്ട് തന്നെ കിഫ്ബി പദ്ധതികൾക്കായിട്ട് 22,298 കോടി രൂപയാണ് നാളിതുവരെ ചെലവഴിച്ചത്. കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് മോഡൽ. സർ, കിഫ്ബി രൂപീകരിച്ച വേളയിൽ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് വിലയിരുത്തിയിരുന്നു. കിഫ്ബിയുടെ പ്രവർത്തന മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം തുക കടമെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കുന്നതിനും കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ പരിശ്രമങ്ങളും പഠനങ്ങളും സർക്കാർ നടത്തും. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. സർ, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിലൂടെ 8,702.38 കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകി. ഇതിൽ 5,604 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജിയോ ട്യൂബ് ഓഫ്ഷോർ ബ്രേക്ക് വാട്ടർ. സർ, തിരുവനന്തപുരം പൂന്തുറ മാതൃകയിൽ ബീച്ചുകളുടെ സംരക്ഷണത്തിനായി ജിയോ ട്യൂബ് ഓഫ്ഷോർ ബ്രേക്ക് വാട്ടർ കൊല്ലം ചെറായി ബീച്ചുകൾ നടപ്പിലാക്കുന്നതിന് 5 കോടി രൂപ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷന് അനുവദിക്കുന്നു. പക്ഷേ ഈ പുതിയ നിർമ്മാണ രീതി ചെലവ് കുറഞ്ഞതും വലിയ അളവിൽ പരിസ്ഥിതി സൗഹൃദവുമാണ്. ഈ രീതിയിലുള്ള തീരദേശ സംരക്ഷണ പദ്ധതി വിപുലീകരിക്കും. സർ, തീരദേശ വികസനത്തിനായി ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ കടൽ തീരങ്ങളുടെ സംരക്ഷണത്തിനായി ജിയോ ട്യൂബ് ഓഫ്ഷോർ ബ്രേക്ക് വാട്ടർ പദ്ധതി നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലത്ത് ഓഷനേറിയവും മറൈൻ ബയോളജിക്കൽ പാർക്കും സ്ഥാപിക്കാൻ മുൻ ബജറ്റിൽ അനുവദിച്ചിരുന്നു. പദ്ധതിക്ക് അനുയോജ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 20 കോടി രൂപ അനുവദിക്കുന്നു. സർ, സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടി രൂപ. സർ, സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ 100 കോടി രൂപ ഈ ബഡ്ജറ്റിൽ അനുവദിക്കുന്നു. സർ, വിഴിഞ്ഞം തുറമുഖം വലിയ വാണിജ്യ വികസന സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തിരുവനന്തപുരത്ത് വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഔദ്യോഗിക ബിസിനസ് വികസന കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി സ്ഥലം അനുവദിക്കും. ഇതിനായിട്ട് 100 ഏക്കർ വികസിപ്പിക്കും. തൊഴിൽ നിയമനങ്ങളിൽ കേരളം ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ 1,10,10,000-ഓളം നിയമന ശുപാർശകൾ നൽകി കഴിഞ്ഞു. സർ, 10,000-ലധികം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം PSC നിയമനങ്ങളുടെ സിംഹഭാഗവും നടക്കുന്നത് കേരളത്തിലാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇതുവരെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി 8,293 സ്ഥിരം നിയമനങ്ങളും 34,859 താൽക്കാലിക നിയമനങ്ങളും ഉൾപ്പെടെ 43,152 പേർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി തന്നെ തൊഴിൽ നൽകി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. സർ, വിവിധ കോഴ്സുകളുടെ അവസാന വർഷം പഠിക്കുന്ന 5 ലക്ഷം വിദ്യാർത്ഥികളെ നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ പ്രാപ്തരാക്കുക, പഠനം പൂർത്തീകരിച്ചവരെ ശരിയായി തയ്യാറെടുപ്പിച്ച് തൊഴിൽമേളയുടെ തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനകീയ ക്യാമ്പയിനാണ് വിജ്ഞാന കേരളം. 2025-26 ഒരു പ്രധാന വികസന പദ്ധതിയായിരിക്കും ഇത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിനും അഭിരുചിക്കും അനുയോജ്യമായതും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ളതായ സ്കിൽ കോഴ്സുകൾ ലഭ്യമാക്കും. പദ്ധതിയിൽ മെൻറ്റർമാർക്ക് പുറമെ 50,000 സന്നദ്ധ പ്രൊഫഷണൽ മെൻറ്റർമാരെ അണിനിരത്തും. പരമാവധി കുട്ടികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉറപ്പുവരുത്തും. സ്കിൽ കോഴ്സുകൾക്കുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മാച്ചിങ് ഗ്രാൻഡായും വിജ്ഞാന കേരളം ആഗോള സംഗമം സംഘടിപ്പിക്കുന്നതിനും പദ്ധതിയുടെ പരിശീലനത്തിനും പ്രചരണത്തിനുമായി 20 കോടി രൂപ വകയിരുത്തുന്നു. പഠനം പൂർത്തീകരിച്ച തൊഴിലന്വേഷകർക്കുള്ള ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ 2025 ഫെബ്രുവരിയിൽ നടക്കും. തുടർന്ന് ഏപ്രിൽ മുതൽ പ്രാദേശിക ജോബ് ഡ്രൈവുകളും പ്രതിമാസം 2 മെഗാ ജോബ് എക്സ്പോ വീതവും സംഘടിപ്പിക്കും. 3 മുതൽ 5 ലക്ഷം വരെ തൊഴിലവസരങ്ങളാണ് ഓരോ മെഗാ ജോബ് എക്സ്പോ വഴിയും ലഭ്യമാകുക. കേരള നോളജ് ഇക്കോണമി മിഷൻ്റെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത് ഏതൊരാൾക്കും ജോലിക്ക് അപേക്ഷിക്കാം. ഇവരെ സഹായിക്കാൻ എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും ജോബ് സ്റ്റേഷൻ ഉണ്ടാവും. ക്യാമ്പയിൻ പ്രചരണത്തിനും പരിശീലനങ്ങൾക്കും തൊഴിൽമേളയുടെ സംഘാടനത്തിനും റിസോഴ്സ് പേഴ്സൻ്റെ ചെലവിനുമായി 20 കോടി രൂപ അധികമായി അനുവദിക്കുന്നു. സർ, ഫിൻടെക് വളർച്ചയുടെ പുതിയ മാതൃക. ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിനുള്ള പ്രാഥമികമായ സാങ്കേതികവിദ്യയും ക്ലൗഡ് സേവനങ്ങളും ആശ്രയിക്കുന്ന കമ്പനികളാണ് ഫിൻടെക്കുകൾ. സ്റ്റാർട്ടപ്പുകൾ, ബാങ്കുതര ധനകാര്യ സ്ഥാപനങ്ങൾ, ക്രോസ് സെക്ടർ സ്ഥാപനങ്ങൾ എന്നിവ ഫിൻടെക്കുകൾ വരുന്നു. സർ,
KSFE, KFC ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ ഈ പ്രവർത്തനങ്ങളിൽ കൂട്ടിയോജിപ്പിച്ച് പദ്ധതികൾ രൂപീകരിക്കും. ഫിൻടെക് മേഖലയെ വികസിപ്പിക്കുന്നതിനായി ഈ വർഷം 10 കോടി രൂപ വകയിരുത്തുന്നു.